ഇവിടെ കേന്ദ്രത്തിന്റെ എല്ലാ നടപടികളും സുതാര്യമാണ്. പക്ഷെ കേരളത്തിന് ഏതെങ്കിലും നിലയിൽ കിട്ടേണ്ട പണം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളം നൽകിയ കണക്കുകളുടെ അഭാവമാണ് എന്നുള്ളതാണ് ബിജെപിയുടെ അക്കാര്യത്തിലെ വിശദീകരണം. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളോട്, സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ഫെഡറൽ മൂല്യങ്ങളുടെ ലംഘനമാണ്. കേരളം അടക്കമുള്ള BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയും ഞെരുക്കുകയും ചെയ്യുക എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്, മണിക്കൂറുകൾക്കുള്ളിൽ നാം തിരിച്ചറിഞ്ഞ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്രം കടമെടുപ്പുമായി ബന്ധപ്പെട്ട പരിധി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അവസാന പാദത്തിൽ കടമെടുപ്പിൽ വെട്ടിയത് 5600 കോടി രൂപയുടെ കടമെടുപ്പാണ് വെട്ടിക്കുറച്ചത്. കേരളം ആവശ്യപ്പെട്ടത് 7437.61 കോടി രൂപ, അനുവദിച്ചത് 1838 കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആകെ ഈ വർഷം കടമെടുപ്പ് അനുവാദം 45,689.61 കോടിയാണ്. ഇതിൽ 32,442 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാമെന്ന് സാമ്പത്തിക വർഷം ആദ്യം കേന്ദ്രം സമ്മതിച്ചിരുന്നു. എന്നാൽ 14,400 കോടിയുടെ കടം നബാർഡ്, ദേശീയ സമ്പാദ്യ പദ്ധതി ഉൾപ്പെടെ സ്രോതസ്സുകളിൽ നിന്നാണ്. ഡിസംബർ വരെ പൊതുവിപണിയിൽ നിന്ന് 23,852 കോടി രൂപയുടെ കടമെടുപ്പിന് അനുമതി ലഭിച്ചു. ഇതനുസരിച്ച് ബാക്കി 7,437.61 കോടി രൂപയുടെ കടമെടുപ്പ് അനുമതിയാണ് യഥാർത്ഥത്തിൽ തേടിയത്. ഇതിൽ നിന്ന് 5,600 കോടി രൂപ യഥാർത്ഥത്തിൽ വെട്ടിക്കുറയ്ക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അതോടൊപ്പം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം, അതിൻ്റെ കുടിശ്ശിക കേന്ദ്ര ഗവൺമെൻറ് തുടർച്ചയായി പിടിച്ചു വെക്കുകയാണ്. അത് ഏറ്റവും ഒടുവിൽ ഒരാഴ്ച മുമ്പ് പ്രസിദ്ധീകരിച്ച പത്രത്തിൽ മാതൃഭൂമിയുടെ മുൻ പേജ് മാത്രം പരിശോധിച്ചാൽ അറിയും, UGCയുമായി ബന്ധപ്പെട്ട അരിയർ ഏതാണ്ട് 745 കോടി രൂപയുടെ അരിയർ കേരളത്തിന് തരാൻ തയ്യാറല്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. അതോടൊപ്പം GST കോമ്പൻസേഷൻ ഇനത്തിൽ, അതോടൊപ്പം ഉച്ചഭക്ഷണ പദ്ധതി ഇനത്തിൽ അങ്ങനെ കേരളത്തിന് അനുവദിക്കേണ്ട വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 15ാം ധനകാര്യ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്തായിരുന്നു? ആ കണ്ടെത്തൽ എന്ന് പറയുന്നത് വരുമാനത്തിൻ്റെ 60% കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. വരുമാനത്തിൻ്റെ 60% കേന്ദ്ര ഗവൺമെൻറ് ആണ് കയ്യിലുള്ളത്. എന്നാൽ ചെലവിനെത്തി പരിശോധിച്ചാലോ, സംസ്ഥാനങ്ങളാണ് 60% ചെലവ് ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് വളരെ ഗൗരവതരവും ഗുരുതരവുമായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും അവസാനം News 18 ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടിരിക്കുകയാണ്. ആ ചർച്ച എന്ന് പറയുന്നത് കാരുണ്യ ബെനവലൻ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വിഷയമാണ്. ഈ ചാനലടക്കം, അവതാരകരടക്കം, അതോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന UDFന്റെ പ്രതിനിധികളടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിക്കൂട്ടി നിർത്താൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ്? കഴിഞ്ഞ 2 വർഷം കൊണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് മുഖാന്തരം 3200 കോടി രൂപയാണ് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്ത്, ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. നമ്മൾ മനസ്സിലാക്കണം, അതിൽ 41.96 ലക്ഷം കുടുംബങ്ങളാണ് അതിൻ്റെ പരിധിയിൽ വരുന്നത്. 23.97 ലക്ഷം കുടുംബങ്ങൾക്കുള്ള തുക മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സേവനം ലഭ്യമാകുന്നത്. ബാക്കി മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെലവ് വഹിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1692 കോടി രൂപ കഴിഞ്ഞ കാസ്പ് പദ്ധതി വഴിയുള്ള ആകെ ചെലവാണ്. 1692.37 കോടി രൂപ. കേന്ദ്രത്തിൻ്റെ വിഹിതം എത്രയാണെന്ന് അറിയണ്ടേ? 151.34 കോടി രൂപയാണ്. അപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം തരുന്നില്ല, അത് പിടിച്ചു വയ്ക്കുന്നു, അതിന് അനുവദിക്കുന്നില്ല, കുടിശ്ശിക പിടിച്ചു വയ്ക്കുന്നു. ഇതെന്തൊരു നീതിയാണ്? കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിലാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഇത്രയധികം പണം ചെലവഴിച്ചിട്ടുള്ളത്? പണം ചെലവഴിച്ചിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. കേരളം 5500 കോടി രൂപ ദേശീയപാത വികസനത്തിന് വേണ്ടി പണം ചെലവഴിച്ചതാണ്. കേരളത്തിലെ BJPയുടെ നേതാവും ഇന്നത്തെ വിദേശകാര്യ മന്ത്രിയുമായ V. മുരളീധരൻ കേരളത്തെ ആക്ഷേപിക്കുമ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാന്യനായ നിതിൻ ഗഡ്കരിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുകയുണ്ടായി. കേരളത്തെ അഭിനന്ദിക്കുകയാണ്. 5500 കോടി രൂപ ഇവിടെ കേരളത്തിൻ്റെ
പിന്നെ എത്രയോ ഇരട്ടി ദേശീയപാത വികസിപ്പിക്കാൻ കേന്ദ്രം അതിനുവേണ്ടി ധനം ചെലവഴിക്കുന്ന ഉത്തർപ്രദേശ് 2000 കോടിക്ക് താഴെ മാത്രമാണ് ദേശീയപാത വികസനത്തിന് വേണ്ടി സംസ്ഥാന വിഹിതം അനുവദിച്ചിട്ടുള്ളത്. കേരളം 5500 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ ഇപ്രകാരം മുന്നോട്ട് പോകുന്ന കേരള ഗവൺമെന്റിനെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിനെ, സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റിനെ ആക്ഷേപിക്കാൻ, അവഹേളിക്കാൻ, അതോടൊപ്പം പിന്നെ അവഗണിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുന്നത്. കടമെടുപ്പിനടക്കമുള്ള പരിധി വെട്ടിക്കുറയ്ക്കുകയാണ്. അസിത, നമ്മൾ കാണണം, കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ധനവിനിയോഗത്തെ സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽപ്പെടുത്തുകയാണ്. കിഫ്ബി അടക്കമുള്ള പദ്ധതികളെ സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽപ്പെടുത്തുകയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയോ അതോടൊപ്പം പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ കടത്തെ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽപ്പെടുത്തുന്നുണ്ടോ? പരിധിയിൽപ്പെടുത്തുന്നില്ല. അപ്പോൾ കേരളത്തെ ഇപ്രകാരം അവഗണിക്കുക, കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുക, കേരളത്തിന്റെ കുടിശ്ശികകൾ അനുവദിക്കാതിരിക്കുക, കേരളത്തിൽ നിന്ന് 5500 കോടി രൂപ ദേശീയപാത വികസനത്തിന് സ്വീകരിക്കുക, മറ്റ് സംസ്ഥാനങ്ങൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തെ അവഗണിക്കുന്നത് എന്ത് നിലപാടാണ്? അതാണ് ശക്തമായ പ്രതിഷേധം ഈ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഉയർത്തുന്നത്. ശരി, ഞാൻ മടങ്ങിവരാം.